നമസ്കാരം. നമുക്കിന്ന് പ്രധാനമായിട്ടും കൃഷിയെക്കുറിച്ച് ചർച്ച ചെയ്താലോ? കൃഷിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് വളരെ എന്ത് തന്നെയായാലും അത്യാവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം 70% ജനങ്ങളും കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ഉപജീവനമാർഗം കഴിച്ചുകൂട്ടി വരുന്നവരാണ്. ബാക്കി വരുന്ന 15% ഇൻഡയറക്റ്റ്ലി ഡിപ്പെൻഡൻറ്റ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത്, അതായത് പരോക്ഷമായിട്ട് 15% ഈ കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ഉപജീവനമാർഗം കഴിച്ചുകൂട്ടിപ്പോരാണ്. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളം പോലെയുള്ള സംസ്ഥാനത്തെ പറ്റിയാണ് കുറച്ച് കൂടുതലായിട്ട് പറയുന്നത് നല്ലതെന്ന് തോന്നുന്നത്. അന്യ സംസ്ഥാനത്തിൽ നിന്ന് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം അർദ്ധപട്ടിണിക്കാരും മുഴുപട്ടിണിക്കാരുമായി മാറുമെന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഏത് ഭരണാധികാരികളും കാർഷിക മേഖലയുടെ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷ്യവിളകളുടെ സ്വാശ്രയത്വം കൈവരിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം പ്രതിസന്ധി ഏത് കാലഘട്ടത്തിലും നേരിടേണ്ടതായിട്ട് വരും. എങ്ങനെയും പെട്രോളിയം പോലെയുള്ള ഉൽപ്പന്നങ്ങൾ നിന്നുപോയി എന്ന് വിചാരിക്കുക. ഇതൊക്കെ തന്നെ ഖനനം ചെയ്തെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ രൂക്ഷത സ്വാഭാവികമായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി വാഹന ഉടമകൾ തന്നെ വളരെ സമരങ്ങളും മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെ നമുക്ക് 2 ദിവസം 3 ദിവസമോ അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ പച്ചക്കറിയോ അല്ലെങ്കിൽ നമ്മുടെ ധാന്യാഹാരങ്ങളോ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളൊക്കെ തന്നെ പെരുവഴിയാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കൃഷി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു ഘടകമാണ്. ഞാൻ ശിവദാസ നന്ദിയായിട്ട് പൗരാവകാശ സംരക്ഷണ സമിതി സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് പ്രകൃതി കൃഷിയാണ്. പ്രകൃതി കൃഷിയെക്കുറിച്ച് നിങ്ങൾ ഈ ജൈവ കൃഷിയല്ല നമ്മൾ ചെയ്യേണ്ടത്, പ്രകൃതി കൃഷിയിലേക്ക് എത്താൻ എന്നുള്ളതാണ്. ഏറ്റവും നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ഏറ്റവും നമ്മുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള സാധ്യതയുള്ളതും നമ്മുടെ ഈ പ്രകൃതി കൃഷിയാണ് യഥാർത്ഥത്തിൽ അനുയോജ്യം. അത് തന്നെയാണ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ. കാരണം വെച്ചാൽ നമ്മുടെ പ്രകൃതി കൃഷിക്ക് മാത്രമാണ് അനുയോജ്യമായത്. ജൈവകൃഷി എന്നുള്ള രീതിയിൽ മണ്ണിളക്കി കൊണ്ടുള്ള ഒരു കൃഷി രീതിയും നമുക്ക് യോജിച്ചല്ല. ഞാനപ്പോൾ ഈ കൃഷിയിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് 7 മണ്ണാണല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച് 7 ഇനം മണ്ണുകളാണുള്ളത്. ഈ മണൽ മണ്ണ് എന്ന രീതിയിൽ ഒന്നാമത്തെ മണൽ മണ്ണാണ് സാൻഡി സോയിൽ എന്ന് പറയും. ആ മണൽ മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വളക്കൂറ് വളരെയധികം കുറവുള്ള മണ്ണ്. പിന്നെ എക്കൽ മണ്ണാണ് ശരിക്കും ഉണ്ടെങ്കിൽ. എക്കൽ മണ്ണ് എന്ന് പറയുമ്പോൾ അലുവായിൽ സോയിൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അലുവായിൽ സോയിൽ എന്നുള്ള രീതിയിലാണ് എക്കൽ മണ്ണ് പറയുന്നത്. പിന്നെ രണ്ടാമത് നമ്മുടെ കരിമണ്ണാണ്. കരിമണ്ണ് പറഞ്ഞാൽ കാരി ഓർ PT സോയിൽ എന്നാണ് പറയുക ശരിക്കും, കാരി സോയിൽ. അപ്പോൾ 3 കാരി സോയിലാണ്, 4 കറുത്ത മണ്ണാണ്. ശരി, കറുത്ത മണ്ണെന്ന് പറയുമ്പോൾ കറുത്ത മണ്ണ് നമുക്ക് കാണുന്ന ബ്ലാക്ക് സോയിൽ എന്ന രീതിയിലാണ് നമുക്ക് പറയുന്നത്. ബ്ലാക്ക് സോയിൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ സുലഭമായിട്ട് കണ്ടുവരുന്ന പല പ്രദേശങ്ങളിലും ബ്ലാക്ക് സോയിലാണ് ശരിക്കും അതിൻ്റെ. പിന്നെ ചെങ്കൽ മണ്ണാണ് അല്ലെങ്കിൽ വെട്ടുകൽ മണ്ണ് എന്ന രീതിയിലാണ് പറയുന്നത്. ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ വെട്ടുകൽ മണ്ണ് എന്ന രീതിയിൽ ആണ് വരുന്നത്. പിന്നെ വനമണ്ണാണല്ലോ ശരിക്കുള്ള വനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മണ്ണാണ്. ഇതിലൊക്കെ തന്നെ വളരെയധികം ഫെർട്ടിലിറ്റി വളരെയധികം ഉള്ള ഇതാണ്. ശരി, ഫലഭൂയിഷ്ഠത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ പ്രകൃതി കൃഷിയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ജൈവ കൃഷിയെ പറ്റി എല്ലാവരും തന്നെ പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ ആനമല കൂട്ടുകൃഷി സഹകരണ സംഘത്തിൽ 92 തുടങ്ങി 97 കാലഘട്ടം വരെ ജൈവ കൃഷിയുടെ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിൻ്റെ കോർഡിനേറ്റർ ഞാൻ തന്നെയായിരുന്നു. VK ശ്രീധരൻ, റോബിൻ, അതേപോലെ നമ്മുടെ ദയാലണ്ണൻ തുടങ്ങിയുള്ള കേരളത്തിലെ ഒട്ടനവധി പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു സംഘടിത മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ് ആനമല കൂട്ടുകൃഷി സഹകരണത്തിൽ ജൈവ കൃഷിയുടെ പ്രവർത്തനം തുടങ്ങി. നിർഭാഗ്യവശാൽ അതിൻ്റെ സെക്കൻഡ് ഫേസ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഈ ജൈവകൃഷി 92 നമ്മൾ പറയുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയൊക്കെ തന്നെ വളരെ ശക്തമായിട്ട് എതിർത്തിരുന്നതാണ് ശരിക്കും യഥാർത്ഥത്തിൽ. അതിനെ ശക്തമായിട്ട് എതിർക്കുക മാത്രമല്ല, ഒരിക്കലും ജൈവകൃഷി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പ്രായോഗികമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരുന്നത് അവർ. പ്രായോഗികമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാമിംഗ് ഉണ്ടാകുന്ന രീതിയിലാണ് പറഞ്ഞവർ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി പഞ്ഞമുണ്ടാകുന്നു. നമുക്ക് വേണ്ട ഭക്ഷ്യവിളകൾ ഉണ്ടാവില്ല. അതിനുവേണ്ടി നാട്ടിലെ ജനങ്ങൾ കൊടും പട്ടിണിയിലേക്ക് മാറുമെന്ന രീതിയിലാണ് ജൈവകൃഷിയെ പറ്റി സംസാരിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉൽപ്പാദനത്തെ കേന്ദ്രീകരിച്ചുള്ള കൃഷി വേണോ, അല്ലെങ്കിൽ ഗുണനിലവാരം കേന്ദ്രീകരിച്ചിട്ടുള്ള കൃഷി വേണോ, അല്ലെങ്കിൽ മണ്ണിൻ്റെ ഘടനയിൽ നമ്മുടെ ഈ പ്രകൃതി എന്ന് പറയുന്നത് ഏറ്റവും അമൂല്യമായിട്ടുള്ള നമ്മുടെ മണ്ണ്, ആ മറ്റുള്ളവർക്ക് കൈമാറുന്ന തരത്തിലുള്ള അമൂല്യമായിട്ടുള്ള ആ നിധി അത് മറ്റുള്ള തലമുറയിലേക്ക് അവസാനം വരുന്ന വ്യക്തി ആരാണോ അവരിലേക്ക് കൈമാറുന്ന രീതിയിൽ ഒരു പോറലും സംഭവിക്കാതെ
നമ്മൾ കൈമാറ്റം ചെയ്യേണ്ടതാണ് ശരിക്കും ചെയ്യേണ്ടത് മണ്ണ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമുക്ക് ഈ മണ്ണിൻ്റെ കൃഷി പ്രകൃതി കൃഷിയെ പറ്റി പറയുമ്പോൾ ജൈവ കൃഷി വേണ്ടാന്നുള്ള രീതിയിൽ പറയുന്നത് ഒറ്റയടിക്ക് പ്രകൃതി കൃഷിയിലേക്ക് എത്താനായിട്ട് കഴിയില്ല. അപ്പോൾ ജൈവ കൃഷി ചെയ്തതിന് ശേഷം രണ്ടാമത്തെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ പ്രകൃതി കൃഷിയാണ് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മണ്ണിളക്കി കൃഷി ചെയ്യുന്ന രീതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളം പോലെയുള്ള പ്രദേശത്ത് ഈ ചരിഞ്ഞ പ്രദേശങ്ങളാണ്. അപ്പം മണ്ണിളക്കി കൃഷി വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ 44 നദികളും നമ്മുടെ കേരളത്തിലുണ്ട്. ഈ മണ്ണിളക്കി കൃഷി ചെയ്യുമ്പോൾ സോയിൽ ഇറോഷൻ മണ്ണൊലിപ്പ് വളരെ കാര്യമായിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ജൈവ കൃഷി നമുക്ക് നമ്മുടെ ഭൂപ്രകൃതിക്ക് ഒരു അനുയോജ്യമായിട്ടുള്ള ഘടകമല്ല. എങ്ങനെ തുടക്കം വേണമെന്ന് തന്നെ ചെയ്യാമെന്ന് മാത്രം. രാസവളം ഇല്ലാത്ത കൃഷിയാണ് ജൈവ കൃഷി എന്ന രീതിയിലൊക്കെ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടാണ് യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രകൃതി കൃഷിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീയിടരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അത് പിന്നെ മണ്ണിളക്കരുത്, ഡു നത്തിങ് എന്ന രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. കൊത്തും കളയും ഒരു കാരണവശാലും പാടില്ല. പ്രകൃതി കൃഷിയിലേക്ക് എത്തുമ്പോൾ കൊത്തും കളയും ഒരു കാരണവശാലും പാടില്ല. അതേപോലെ നന പാടില്ല. നനയ്ക്കേണ്ട ആവശ്യം പ്രകൃതി കൃഷിയിലില്ല. നനയ്ക്കുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കൃഷിയുടെ ബഹുഭൂരിഭാഗം വരുന്ന നാശത്തിൻ്റെയും കാരണം ഈ നനയാണ്. കനാലിനെ പറ്റി കുമരപ്പ എന്ന് പറയുന്ന വളരെ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ ആളുടെ കൃതിയിൽ പറയുന്നത് മരുഭൂവൽക്കരണം നടക്കുന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ നനയുടെ ഭാഗമായിട്ട് മാത്രമല്ല മണ്ണിൽ അസിഡിറ്റി കൂടും. അസിഡിറ്റി കൂടുമെന്ന് വെച്ചാൽ മണ്ണിന് പുളിപ്പിരസം വരും. മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ സൂക്ഷ്മജീവികളോ അണുജീവികളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് കാരണം ഒരു കാരണവശാലും നന പാടില്ല. നിയന്ത്രണ വിധേയമായിട്ട് ആരംഭഘട്ടത്തിൽ വേണമെന്ന് തന്നെ നടക്കാം. പക്ഷേ മണ്ണിന് ഈർപ്പം നിലനിൽക്കുന്ന പ്രകൃതി കൃഷി ചെയ്യുന്നതിൻ്റെ മണ്ണിലെ മൾച്ചിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു 6 ഇഞ്ച് കനത്തിൽ മൾച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മണ്ണിൽ നനയ്ക്കേണ്ട ഒരു ആവശ്യവും നമുക്ക് വരില്ല എന്താണ് എന്ത് തന്നെയാലും വരില്ല. അപ്പം അതുകൊണ്ട് മണ്ണിളക്കിയുള്ള കൃഷി ഒരിക്കലും നമ്മുടെ പ്രദേശത്തോ അല്ലെങ്കിൽ നനയുടെ ഭാഗമായിട്ട് നനയ്ക്കാൻ പാടില്ല, തീയിടാൻ പാടില്ല. തീയിടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിനെ കൊല്ലുകയാണ് യഥാർത്ഥത്തിൽ. മണ്ണിൽ അജൈവമായിട്ടുള്ള എന്ത് സാധനവും നമ്മൾ മാറ്റിക്കളയുകയും ജൈവമായിട്ടുള്ള എന്തും മണ്ണിൽ ലയിച്ചു തരാൻ സാധ്യതയുള്ള എല്ലാ സാധനങ്ങളും നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെടികളുടെ ചുവട്ടിലും നമുക്ക് ഇൻഡിവിജ്വൽ മൾച്ച് ചെയ്യുന്ന രീതിയിലും മണ്ണിനെ മൊത്തത്തിൽ മൾച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കും കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ്. കാർഷിക മേഖല കൃഷി എന്ന് പറയുന്ന സാധനം അല്ലാതെ ലാഭകരമായിട്ട് കൂടുന്ന മറ്റൊരു സംരംഭം യഥാർത്ഥമില്ല. പക്ഷെ കൃത്യമായിട്ട് ഒരു പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ് കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. യൂണിവേഴ്സിറ്റി നോക്കൂത്തിയാവുന്നതിൻ്റെ കാരണം എന്താ? കൃത്യമായിട്ട് പ്ലാനിങ് ഇല്ല. ഒരു രോഗത്തിനും യൂണിവേഴ്സിറ്റിക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയാനായിട്ട് കഴിയുന്നില്ല. യൂണിവേഴ്സിറ്റി തന്നെ ആവശ്യമുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. യഥാർത്ഥത്തിൽ ഈ യൂണിവേഴ്സിറ്റി എൻ്റെയൊക്കെ അഭിപ്രായ പ്രകാരം ഈ നമ്മൾ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. ശരിക്കും ഞാൻ ശിവദാസൻ ഇന്ത്യയായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള സംഘടന അല്ല പൗരാവകാശ സംരക്ഷണ സമിതി അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി പിരിച്ചുവിടണമെന്ന് തന്നെ നമ്മൾ പറയണത്. ഇത് നമ്മൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ പ്രതിമാസം നമ്മൾ ചിലവ് ചെയ്തിട്ടും ഏതെങ്കിലും ഒരു വിളയുടെ ഇപ്പോൾ വാഴ കായക്കൊല പോലെയുള്ള ഇതാണ് നമ്മുടെ ആകെ പഞ്ചായത്തിൽ നമ്മുടെ നാട്ടിലുള്ളത്. മറ്റ് ഒരു വിളയും അതിൻ്റെ സ്വാശ്രയത്വം കൈവരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വിളയുടെയും സ്വാശ്രയത്വം കൈവരിക്കുന്നില്ല. കോടിക്കണക്കിന് രൂപയാണ് എവർ ലോസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തീരെ നഷ്ടമാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കി. പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നു. പുതിയ മന്ത്രി മിസ്റ്റർ സിദ്ദിഖ് അധികാരമേൽക്കുമ്പോൾ തന്നെ അദ്ദേഹമായിട്ട് നമുക്കൊന്ന് ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു സ്വാശ്രയത്വം കൈവരിക്കാത്ത നമുക്ക് ഒരു വിളകൾ പോലും നമുക്ക് സുലഭമായിട്ട് ലഭിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൂടെ കൃഷിഭവനും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും കടന്നു പോകുമ്പോൾ നമ്മൾ ഇത് എന്തിനു വേണ്ടിയാണ് ഇതിനു വേണ്ടി നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പറ്റും നമ്മൾ ചിന്തിക്കണം. അതിൻ്റെ പുനർചിന്തനം എന്ത് തന്നെയാലും അനിവാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് വെച്ചാൽ ഈ പ്രകൃതി കൃഷിയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഏകവിളകൾ പാടില്ല എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഒരു സമ്മിശ്ര വിളകളാണ് വേണ്ടത്. ഏകവിളകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ തരം മൂലകങ്ങൾ വലിച്ചെടുക്കുകയും ഏതെങ്കിലും ഒരു ഏകവിളകളാകുമ്പോൾ അതിൻ്റെ പ്രതികൂലമായിട്ടുള്ള പ്രകൃതിക്ക് വരുന്നൊരു അതിൻ്റെ മണ്ണിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മൂലകമാണ് ഏകവിളകൾ കൂടുതലായിട്ട് വലിച്ചെടുക്കുക. ഇപ്പോൾ തെങ്ങാണ് വയ്ക്കണമെങ്കിൽ തെങ്ങിൽ ഏറ്റവും കൂടുതൽ വേണ്ട മൂലകം പൊട്ടാഷാണ്. അപ്പോൾ പൊട്ടാഷ് ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മിശ്ര വിളകളാണ് നമുക്ക് ആവശ്യം. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന രീതിയിൽ ജൈവ വൈവിധ്യത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു വിളക്രമീകരണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഇല്ലാതെ ജൈവ വൈവിധ്യം ഇല്ലാത്ത രീതിയിലുള്ള കൃഷിക്കൊന്നും തന്നെ നിലനിൽപ്പില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു സസ്യത്തെ ആശ്രയിച്ച് 10 ജീവികളെങ്കിലും ഉണ്ടാവും.
പക്ഷെ 100 വൈവിധ്യമുള്ള ഡൈവേഴ്സിറ്റി ഉള്ള 100 സസ്യങ്ങളാണ് നമ്മുടെ കൃഷിയിടത്തിലുണ്ടെങ്കിൽ 100 × 10 വരുമ്പോൾ 10 × 100 വരുമ്പോൾ 1000 ജീവികളുടെ ജീവശൃംഖല ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഇവ തന്നെ പരസ്പരം തിന്നുകയും തിന്നപ്പെടുകയും ചെയ്യുന്ന ഒരു ബയോളജിക്കൽ കൺട്രോൾ അതിലൂടെ ഉണ്ടാവുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ 1 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് 10 സെൻറ്റെങ്കിലും ചുരുങ്ങിയത് കാവാക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. 10 സെൻറ്റ് ഒരു ഇക്കോസിസ്റ്റം ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ആ ഇക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ തന്നെയാണ് കൃഷിയുടെ നിലനിൽപ്പ് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. ബാക്കി വരുന്ന 90 സെൻറ്റ് സ്ഥലവും കൾട്ടിവേറ്റ് ഇക്കോസിസ്റ്റം ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് സൃഷ്ടിക്കപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയായിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ട യഥാർത്ഥത്തിൽ അടിസ്ഥാന തത്വം. യഥാർത്ഥത്തിൽ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളം. നമ്മുടെ കർഷകരുടെ വിചാരം വളമാണ് സസ്യ വളർച്ചയെ സഹായിക്കുന്ന ഘടകം എന്നുള്ളത്. വളം ഒട്ടനവധി മൂലകങ്ങളിലെ 16 സൂക്ഷ്മമൂലകങ്ങളാണ് ആവശ്യം ഒരു സസ്യ വളർച്ചയ്ക്ക് ആവശ്യം വരുന്നത്. അതിൽ ഒരു ഘടകം മാത്രമാണ് വളം. ആ മണ്ണിൻ്റെ വളക്കൂറാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനിപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി കൃഷിയിലേക്കൊന്നും തിരിയല്ലാണ്ട് മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല യഥാർത്ഥത്തിൽ. ഇതിനൊരു വിളക്രമീകരണം ഉണ്ട് യഥാർത്ഥത്തിൽ. ഈ പ്രകൃതി കൃഷിക്ക് വിളക്രമീകരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഴവർഗ്ഗങ്ങൾ ഉണ്ടാവും, പച്ചക്കറികൾ ഉണ്ടാവും, ധാന്യാഹാരങ്ങൾ ഉണ്ടാവും, അതേപോലെ ധാന്യവിളകൾ ഉണ്ടാവും, നാണ്യവിളകൾ ഉണ്ടാവും, ഔഷധ സസ്യങ്ങളുണ്ടാവും, ഔഷധ വൃക്ഷങ്ങളുണ്ടാവും. ഇങ്ങനെ തുടങ്ങി നമ്മുടെ കൃഷിയിടം നല്ല രീതിയിലുള്ള ഒരു വിളക്രമീകരണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതല്ലാതെ കൃഷി രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത നമ്മുടെ മുന്നിലില്ല. പിന്നെ മണ്ണിൻ്റെ നമുക്കറിയാം മണ്ണ് ഒലിച്ചു പോകാതിരിക്കാനുള്ള ഒരു സംവിധാനം ഈ പ്രകൃതി കൃഷി നമ്മൾ ചെയ്യുമെന്ന് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വനമായിട്ട് മാത്രം നമ്മൾ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാട്ടിൽ പോയി ആരും തന്നെ തീയിടുന്നില്ല, തീയെല്ലാം നനയ്ക്കുന്നില്ല ആരും തന്നെ. വനത്തിൽ പോയി ആരും തന്നെ രാസവളങ്ങളോ കീടനാശിനിയോ ഉപയോഗിക്കുന്നില്ല. അവിടെ ഏകവിളകളല്ല ബഹുവിളകളാണ്. അതൊരു ഉറവയായി നമ്മുടെ പറയാം നമ്മുടെ ഒരു ആജീവനാന്ത മൽച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് അതൊരു സ്പോഞ്ച് പോലെ ആ വനം മാറുകയാണെന്ന് ശരിക്കും പറഞ്ഞാൽ. ഏതൊരു നദിയുടെയും ഉത്ഭവം ഏതെങ്കിലും ഒരു വനത്തിൽ നിന്നായിരിക്കും. ശരിക്കും ഒരു നീർച്ചാൽ ഉത്ഭവിക്കുന്നതിനെ വനത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കൃഷിയുടെ തന്നെ നമ്മൾ പറയുന്ന ആത്യന്തികമായ ലക്ഷ്യം കൃഷി പ്ലസ് ഭക്ഷണം ഈസിഗറ്റ് ആരോഗ്യം എന്നുള്ള സങ്കല്പത്തിലേക്ക് വരണം. കൃഷിയിലൂടെ പരിസ്ഥിതി സംരക്ഷണം, കൃഷിയിലൂടെ ആരോഗ്യ പരിരക്ഷ ഉണ്ടാക്കുക, കൃഷിയിലൂടെ തന്നെ ഭക്ഷ്യസുരക്ഷിതത്വം ഉണ്ടാക്കുക. ഉപനിഷത്തുകളൊക്കെ പറയുന്ന രീതി തന്നെ ഭക്ഷണമാണ് സാർവലൗകിക ഔഷധം എന്നുള്ള രീതിയിലുള്ള തിരിച്ചറിവാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇത് നിർഭാഗ്യവശാൽ പലർക്കും നമുക്കത് ഈ കാർഷിക മേഖലയിൽ നമുക്ക് വളരെയധികം പ്രതിസന്ധി നേരിടുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കെന്ന് വെച്ചാൽ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. യൂണിവേഴ്സിറ്റി കൃത്യമായിട്ടുള്ള ഒബ്സർവേഷനിൽ കൃഷി ചെയ്യാനായിട്ട് കഴിയുന്നില്ല കാര്യം. ഈ കൃഷിഭവനുകളൊക്കെ തന്നെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മൊത്തം കൃഷിഭവനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി കൊടുക്കുന്നുള്ള ഒരു ഏജൻറ്റ് പണി മാത്രമാണ് കൃഷിഭവനുകൾ ഇന്ന് കൃഷിഭവൻ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം രോഗങ്ങൾ കൃഷിഭവൻ പറയുന്ന ഏത് പ്രതിവിധിയും കർഷകർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം കുരുമുളകിനുണ്ടാകുന്ന ദുരിതവാട്ടായാലും കവുങ്ങിനുണ്ടാകുന്ന മാഹാളി രോഗമായാലും നെൽച്ചെടിക്കുണ്ടാകുന്ന മുഞ്ഞ പോലെയുള്ള ആക്രമണങ്ങളായാലും അതുപോലെ തന്നെ തെങ്ങിനുണ്ടാകുന്ന മണ്ടിരിയൊക്കെ തന്നെ ഉണ്ടാകുമ്പോഴും നമ്മൾ ഇതിനൊന്നും തന്നെ അല്ലെങ്കിൽ റബ്ബറിനുണ്ടാകുന്ന പട്ടമരപ്പായാലും ഇതിനൊന്നും തന്നെ പ്രതിവിധി കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ അതിനൊന്ന് നിർദ്ദേശങ്ങൾ കർഷകർക്ക് കൊടുത്താലും ഇതൊന്നും തന്നെ ഒരു സസ്റ്റൈനബിൾ അല്ല എന്നുള്ളതാണ് നമ്മൾ. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് കഴിയുന്നില്ല. ഒരു സുസ്ഥിര കൃഷിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. യൂണിവേഴ്സിറ്റി പറയുമ്പോൾ നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ ഗോപിമണിയെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാരും അതേപോലെ പത്തിയൂർ ഗോപിനായൊക്കെ തന്നെ വളരെ സംഭാവന നടത്തുമ്പോൾ തെങ്ങിൻ്റെ മണ്ടരി മാറ്റാൻ, കാറ്റുവീഴ്ച പോലെയുള്ള മാരക രോഗങ്ങൾ മാറ്റാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ തെങ്ങിൻ്റെ കാറ്റുവീഴ്ച രോഗത്തിനെതിരായിട്ട് മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ തെങ്ങ് മുറിച്ച് മാറ്റാനാണ് പറയുന്നത് ഈ കാർഷിക യൂണിവേഴ്സിറ്റി പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം, അതായത് തെങ്ങ് മുറിച്ച് മാറ്റാൻ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ മനുഷ്യന് തലവേദന വന്നു കഴിഞ്ഞാൽ തല മുറിച്ച് മാറ്റാൻ കഴിഞ്ഞില്ല, തല മുറിച്ച് മാറ്റുവാൻ പറയുന്ന പോലെ തന്നെയാണ് ശരിക്കും. വളരെ അടിസ്ഥാനപരമായിട്ട് കൃത്യമായിട്ടുള്ള പ്രീ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം ഇത് രക്ഷപ്പെടുത്താനായിട്ട് കഴിയും. എല്ലാ ഊർജത്തിൻ്റെയും അടിസ്ഥാനം നമ്മുടെ സൂര്യനാണ്. എല്ലാ ഊർജ്ജത്തിൻ്റെ അടിസ്ഥാനം സൗരോർജ്ജമാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൃഷിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രകൃതിയിൽ സൂര്യപ്രകാശം എവിടെയെങ്കിലും പതിക്കുന്നുണ്ടെങ്കിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൃഷി തന്നെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂര്യപ്രകാശത്തെ മാക്സിമം എങ്ങനെ അബ്സോർവ് ചെയ്യാനായിട്ട് കഴിയും, ആ സൂര്യപ്രകാശത്തെ പരമാവധി അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി എങ്ങനെ സസ്യങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇതല്ലാതെ മറ്റൊരു പ്രതിവിധി മുന്നിലില്ല. സൂര്യപ്രകാശം മാത്രം പിടിച്ചെടുത്തുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് പ്രകൃതി കൃഷിയുടെ ഏറ്റവും അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എന്താണ്, ഇന്ന് എവിടെ നോക്കിയാലും സൂര്യപ്രകാശമാണ്.
വീണ് നിലത്തുണ്ട്. മനുഷ്യന് നടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അന്തരീക്ഷ താപനില ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വരികയാണ് ശരിക്കും പറഞ്ഞത്. ഇതിന് പ്രതികൂലമായിട്ട് ഇത് പരിസ്ഥിതിയെയും അതേപോലെ തന്നെ പ്രകൃതിയുടെ ഇക്കോസിസ്റ്റത്തെയും സന്തുലിതാവസ്ഥയൊക്കെ തന്നെ താളം തെറ്റുന്ന രീതിയിലുള്ള ഒരവസ്ഥയാണ്. ഈ അസന്തുലിതാവസ്ഥ, ഇന്ന് നിലവിലുള്ള സന്തുലിതാവസ്ഥ കൈവരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് സൂര്യപ്രകാശം നമ്മൾ പിടിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ സസ്യങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് വളം കടക്ക ചെയ്തുകൊണ്ട് കൃഷി രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. ഇതിൻ്റെ വിള ക്രമീകരണമുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ നമ്മൾ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇടണമെന്ന് വിചാരിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് ഒരു കൃഷിക്ക് യഥാർത്ഥ ഏറ്റവും വലിയ കർഷകൻ എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ കർഷകനാണെന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ശാസ്ത്രജ്ഞൻ, ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കർഷകനാണ്. നല്ല കർഷകർക്ക് ആദ്യം തന്നെ ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ടതല്ല, നമ്മൾ ട്രഡീഷണൽ അഗ്രികൾച്ചറിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ട്രഡീഷണൽ അഗ്രികൾച്ചറിൽ തെറ്റുകളുണ്ട്, പരമ്പരാഗത കൃഷിയിൽ തെറ്റുകളുണ്ട്. ആ തെറ്റുകളൊക്കെ തന്നെ തിരുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിയുമെന്നുള്ളതിനൊരു തർക്കമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി 7 മണ്ണുകളെ എങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ട്, എങ്ങനെ വളക്കൂറ് മണ്ണിലുണ്ടാക്കിക്കൊണ്ട്, എങ്ങനെ സൂര്യപ്രകാശത്തെ പരമാവധി പിടിച്ചുകൊണ്ട്, മണ്ണിലും മൈക്രോ ഓർഗാനിസം എങ്ങനെ, അല്ലെങ്കിൽ ഈ അണുജീവികളുടെ പ്രവർത്തനം എങ്ങനെ സുഗമമാക്കി ചെയ്യാനായിട്ട് കഴിയും, ആ രീതിയിലേക്ക് നമ്മുടെ കൃഷി രീതിയെ മാറ്റിയെടുക്കണം ശരിക്കും യഥാർത്ഥത്തിൽ. ഇതല്ലാതെ മറ്റൊരു പ്രതിവിധി നമുക്ക് മുന്നിലില്ല. അത് മാത്രമല്ല, നമുക്ക് ആർക്ക് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത്? അഗ്രികൾച്ചർ എന്ന രീതിയിൽ മാറിയിട്ട് അഗ്രികൾച്ചറാണ് നമുക്ക് ചെയ്യേണ്ടത്. അഗ്രി ബിസിനസ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഗ്രി ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിൻ്റെ ഘടന നോക്കാനോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആരോഗ്യം നോക്കാനോ ഒന്നും ആരും തന്നെ തയ്യാറാവില്ല. മറിച്ച് എന്താണ്, അഗ്രി ബിസിനസ്സിൽ എപ്പോഴും ലാഭം മാത്രമാണ് കൊയ്യണത്. കൃഷിക്ക് വേണ്ടി ആരും അധികം പൈസ ചിലവാക്കുമ്പോൾ തന്നെ വലിയ വിഷമമാണ് യഥാർത്ഥത്തിൽ. മറ്റ് ബിൽഡിങ്ങുകൾ പണിയാനോ സ്ഥലം മേടിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ മൂടി പിടിപ്പിക്കാനൊക്കെ തന്നെ എത്ര പൈസ വേണമെങ്കിലും ആര് വേണമെങ്കിലും ചിലവ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നമ്മുടെ ജീവിതമാണെന്നും നമ്മുടെ ആരോഗ്യ പരിരക്ഷയാണെന്നും നമ്മുടെ പരിസ്ഥിതി സംരക്ഷണമാണെന്നും നമ്മുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള ഏക സ്രോതസ്സാണെന്നും മണ്ണിൻ്റെ ഘടന നിലനിർത്തിക്കൊണ്ട് ഈ അന്തരീക്ഷ താപനില കുറക്കാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നുള്ള രീതിയിലേക്ക് ഈ ചെയ്താൽ മാത്രമാണ് ഈ പ്രകൃതി കൃഷി വിജയിപ്പിക്കാനായിട്ട് കഴിയുക. പ്രകൃതി കൃഷിയാണ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ. അപ്പോൾ അതിൽ കൊത്തുങ്ങളെ ഉണ്ടാവില്ല, നനയുണ്ടാവില്ല, അതുപോലെ തന്നെ രാസവളങ്ങളൊക്കെ കീടനാശിനി ഉപയോഗിക്കില്ല, അതുപോലെ തന്നെ ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന രീതിയിലുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ കോളേജുകൾ, പൊതുസ്ഥലങ്ങൾ, അതേപോലെ തന്നെ പാർക്കുകൾ, ഇതൊക്കെ തന്നെ എന്ത് ചെയ്യണം? ഭക്ഷ്യവിളകൾക്കും എവർഗ്രീൻ സ്പീഷീസ് വെച്ചുകൊണ്ട് ഭക്ഷ്യവിളകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് എടുക്കുക എന്നുള്ളത് ഒരു പാറ്റേൺ ഉണ്ട് യഥാർത്ഥത്തിൽ. 200 ഏക്കറും 100 ഏക്കറും പല സ്ഥാപനങ്ങളുടെ കയ്യിലുണ്ടായിട്ടും അവരൊക്കെ തന്നെ കാർഷിക മേഖലയെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? ഒരു പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവർക്കൊരു കുറേ തൊഴിലാളികളെ നിർത്തും, എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചെയ്യും. കൃഷി പരിജ്ഞാനം പൊതുവെ ഇല്ലാത്തൊരവസ്ഥയാണ് മുന്നോട്ട് പോകണം. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? 100% പ്രകൃതി കൃഷിയിലേക്ക് തിരിയാൻ, 100% ലാഭകരമാക്കാനുള്ള പാറ്റേൺ ഞങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നേഷൻ, പൗരാവകാശ സംരക്ഷണ മുന്നിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. അത് നിങ്ങൾ ആരും നമ്മളെ ബന്ധപ്പെടുകയാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നതായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഷിക മേഖലയുടെ രക്ഷപ്പെടൽ എന്ന് പറയുന്നത് മനുഷ്യരുടെ മോചനമാണ് യഥാർത്ഥത്തിൽ. നമുക്ക് വേണ്ട ആഹാരം നമ്മൾ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കമ്പോളത്തിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന അവസ്ഥകളൊക്കെ നമുക്കറിയാം. എല്ലാ കമ്പോളങ്ങളിലും വാങ്ങുന്ന എല്ലാ തരം പഴവർഗ്ഗങ്ങളിലും എല്ലാ തരം പച്ചക്കറികളിലും മാരകമായിട്ടുള്ള വിഷം അടിച്ചു കയറിയിട്ട് അത് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതിനുള്ള ഒരു പ്രതിവിധി എന്ന രീതിയിൽ നമ്മൾ പ്രകൃതി കൃഷി അല്ലാതെ മറ്റൊരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗം നമ്മുടെ മുന്നിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യം പരിരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കാർഷിക മേഖലയിലുള്ള മാറ്റം അനിവാര്യമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ കൃഷി മന്ത്രി മിസ്റ്റർ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ വീഡിയോ അദ്ദേഹത്തിന് പോലും എത്തിക്കുന്ന രീതിയിൽ നമുക്ക് നിങ്ങളെല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും പരമാവധി പേരിലേക്ക് ഇതിൻ്റെ വ്യാപനം എത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നേഷൻ അല്ലെങ്കിൽ പൗരാവകാശ സംരക്ഷണങ്ങളുടെ പരിപൂർണ്ണ പിന്തുണയും സഹകരണവും മൊത്തം കർഷകർക്കുണ്ടാകുമെന്നുള്ള മാത്രം നമ്മൾ നിർദ്ദേശം വയ്ക്കുകയാണ്. പരമാവധി നിങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ സഹകരണം പരിപൂർണമായിട്ട് ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.